മധ്യപൂർവേഷ്യൻ സംഘർഷം അതിൽ വലിയ അയവില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുഹൈൽ മുഹമ്മദ് തുടരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും. സുഹൈൽ, ഈ ഒമാന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വരുന്നതാണ് അല്പമെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആശ്വാസം പകരുന്നത്. പക്ഷേ എപ്പോൾ എങ്ങനെ ആ സമവായ ചർച്ച നടക്കും, അല്ലെങ്കിൽ ഒരു സമാധാന നീക്കമുണ്ടാകുമെന്നതിൽ ഒരു വ്യക്തത കൈവരുന്നില്ലല്ലോ സുഹൈൽ. അതുതന്നെയാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് വഴികളുണ്ടെന്ന് പറയുമ്പോൾ ഒന്നും വിട്ടു പറയുന്നില്ല. അത് എങ്ങനെയായിരിക്കും ഈ ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു സമാധാന ചർച്ചയ്ക്ക്, വീണ്ടും എന്ന് പറഞ്ഞാൽ ആണവ നിരായുധീകരണത്തിന് ശേഷം രണ്ട് രാജ്യങ്ങളെയും ഒരു ടേബിളിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒമാൻ ഒറ്റയ്ക്ക് വിചാരിച്ച നിലവിലെ സാഹചര്യത്തിൽ പറ്റുമോ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയാൽ ഈ പറഞ്ഞ ആത്യന്തിക ലക്ഷ്യമായ റെജിം ചേഞ്ച് ഇല്ലാതെ അതിന് ഇസ്രയേൽ സമ്മതിക്കുമോ എന്നുള്ളതാണ്. പാതി വഴിയിൽ അമേരിക്ക പിന്മാറിയാൽ പിന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കോട്ടം തട്ടും. പക്ഷേ നിലവിലെ ഈ പറയുന്ന ചങ്ങാത്ത അനുസരിച്ച് അങ്ങനെ ഇസ്രയേലിനെ വഴിയിൽ ഉപേക്ഷിച്ച് അമേരിക്ക എന്തായാലും പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിനുള്ള ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തുറക്കാൻ സാഹചര്യമുണ്ടെന്ന് പറയുമ്പോഴും അത് എങ്ങനെയായിരിക്കും, അതിന്റെ വഴി എങ്ങനെയാണെന്നും വിശദീകരിക്കുന്നില്ല. നമുക്ക് ഒരു മണിക്കൂറുകൾ ഈ രാത്രി കൂടി പുലരുമ്പോൾ നാളെ രാവിലെ വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇന്നൊക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഒരു സമാധാന വാർത്ത GCC രാജ്യങ്ങൾ നേരത്തേക്ക് മണിക്കൂറുകൾക്ക് മുമ്പൊക്കെ ഉണ്ടായതുപോലെയുള്ള വലിയ പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇന്നലെയും അതിന്റെ തൊട്ടുമുമ്പ് ദിവസവും എടുത്ത് പരിശോധിച്ചാൽ കമ്പാരിറ്റീവ്ലി ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ബാക്ക് ചാനൽ ടോക്ക് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം വരുന്നുണ്ട്. ചെറിയ രീതിയിൽ പ്രത്യാക്രമണം കുറയുന്നു എന്ന വാർത്ത വരുന്നു. അത് GCC രാജ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതേസമയം ഇറാനിലും ഇസ്രയേലും സമാനമായ വലിയ രീതിയിൽ പ്രത്യാക്രമണം നടക്കുന്നുണ്ട്. ടെഹ്റാൻ അടക്കമുള്ള 150ഓളം നഗരങ്ങളിൽ ഈ കഴിഞ്ഞ 24 മണിക്കൂറിനകം ഇസ്രയേൽ വലിയ രീതിയിൽ പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബേറ്റ് ഷെമേഷ് അടക്കമുള്ള ഇസ്രയേലിന്റെ നിർണായകമായ സിറ്റികളിലൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും IDF-ന്റെ കമാൻഡിംഗ് സെന്ററിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും ഇറാനും അവകാശപ്പെടുന്നു. ഇതെല്ലാം ഓരോ രാജ്യങ്ങളുടെ അവകാശവാദങ്ങളാണ്. കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും പ്രത്യാക്രമണങ്ങൾ ഇറാനും ഇസ്രയേലും തമ്മിൽ നടക്കുന്നു. GCC-യിൽ അല്പം സ്ഥിതി ശാന്തമാകുന്നു എന്നൊരു ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ട്. ഈ GCC-യിലെ രംഗം ശാന്തമാകുന്നതിന് കാരണം ഇപ്പോൾ ഒമാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സീസ് ഫെയർ ടോക്കിനുള്ള ബാക്ക് ചാനൽ തുറന്നതുകൊണ്ടാണോ എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. എന്തായാലും അങ്ങനെ ഒന്ന് തുറക്കട്ടെ, അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 4 ദിവസമായി ഈ ലോകം യുദ്ധമുഖത്താണ്. 4 ദിവസമായി യുദ്ധമുഖത്ത് നിൽക്കുന്നത് ഇറാനും ഇസ്രയേലും അമേരിക്കയും 6 GCC രാജ്യങ്ങളും ജോർദാനും ഇറാഖും സൈപ്രസും മാത്രമാണ് നിലവിൽ നേരിട്ട് യുദ്ധമുഖത്തുള്ളത്. കാരണം ഇവിടേക്ക് സൈനിക താവളങ്ങളുണ്ട്, പ്രത്യാക്രമണം ഉണ്ടാകുന്നു. അതിനും അപ്പുറത്തേക്ക് ഗ്ലോബലി വളരെ വേഗത്തിൽ തന്നെ ഈ യുദ്ധത്തിന്റെ അലയൊലികൾ മറ്റു രാജ്യങ്ങളെ ബാധിക്കും. എന്തിനാ കൊച്ചിയിൽ നിൽക്കുന്ന നമ്മളെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ആ ഇമ്പാക്ട് നമ്മൾ കരുതുന്ന പോലെ ഒരിക്കലും ഒരു മിലിറ്ററി അറ്റാക്ക് അല്ല, അതിനപ്പുറത്തേക്ക് ഫൈനാൻഷ്യൽ അറ്റാക്ക് ആയിരിക്കും, എക്കോണമിക്കൽ അറ്റാക്ക് ആയിരിക്കും. കാരണം എല്ലാ രാജ്യങ്ങൾക്കും സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഏറ്റവും വലുത്. ആ അഭിവൃദ്ധിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ രാഷ്ട്ര പുരോഗതി മുന്നോട്ട് നയിക്കുന്ന, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മുന്നോട്ട് നയിക്കുന്ന ഊർജ്ജമാണ്. ആ ഊർജ്ജം എന്ന് പറയുന്ന സ്വാഭാവികം നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലുമാണ് പുതിയ സമൂഹത്തിൽ. അത് രണ്ടും ക്ഷാമം നേരിട്ടാൽ എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ തന്നെ ഈ സ്ഥിതി അങ്ങനെ സങ്കീർണമായി തുടർന്നാൽ ഊർജ്ജക്ഷാമം അടക്കം ഉണ്ടാകുമെന്ന മുൻകൂട്ടലിൽ കൂടിയാണ് യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യ മന്ത്രിമാർ GCC രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിക്കാൻ തയ്യാറാകുന്നു, കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുന്നു. അതായത് 4 ദിവസമായി തുടരുന്ന യുദ്ധത്തിൽ നേരത്തെയൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടും അല്ലെങ്കിൽ അപലപിക്കൽ കൊണ്ടും മാത്രം മാറി നിന്ന ലോകരാജ്യങ്ങളൊക്കെ പതിയെ യുദ്ധത്തിന്റെ മുഖത്തേക്ക് സമാധാനത്തിന്റെ വാക്കുകളുമായി വരുന്നു. യുദ്ധമുഖത്തേക്ക് ആക്രമിക്കാനല്ല, സമാധാനത്തിന്റെ വാക്കുകളുമായി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ചൈന വരുന്നു, റഷ്യ വരുന്നു, ഒമാൻ വരുന്നു, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളടക്കം യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. അതായത് യുദ്ധം ചെയ്തത് ഈ പറയുന്ന ആഗോള രാജ്യങ്ങളെല്ലാം ബാധിച്ചു തുടങ്ങിയപ്പോൾ അവരെല്ലാം സ്വാഭാവികമായി പുറത്തേക്ക് വരുന്നുണ്ട്. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.